ഇപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞു ഈ സർപ്പസത്രം പരീക്ഷത്തിൻ്റെ അച്ഛനെ തക്ഷകൻ കടിച്ചു കൊന്നതിൻ്റെ പ്രതികാരം വീട്ടാനായിരുന്നു. അതിനുവേണ്ടിയാണ് ഒരു വംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക്, ഒരു യജ്ഞത്തിലേക്ക് അദ്ദേഹം നിർബന്ധിതനായത്. ഏതാണ്ട് ഇതിന് സമാനമല്ലേ ഇറാഖ് ആക്രമണം? ബുഷിൻ്റെ, അമേരിക്കൻ പ്രസിഡന്റ് ബുഷിൻ്റെ അച്ഛനെ സദാം ഹുസൈൻ അപമാനിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ, ഇത് ഒരു വ്യാഖ്യാനമാണ്, തെറ്റോ ശരിയോ എന്നുള്ള വേറൊരു വശം. അതുകൊണ്ട് ഇറാഖി ജനതയെ മുഴുവൻ ആക്രമിക്കുന്ന, ഇറാഖിനെ മൊത്തം ആക്രമിച്ച് കീഴടക്കുന്ന, നശിപ്പിക്കുന്ന ഒരു പ്രവണത, ഒരു പ്രക്രിയ ബുഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത് സമാനമാണോ? ഇത് താരതമ്യം ചെയ്യാനാവുമോ? അതാണ് ഇതിഹാസത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിഹാസത്തെ നമുക്ക് 3 തരത്തിൽ നോക്കിക്കാണാം. ഒന്ന്, ഇതിഹാസം ഒന്നാമതായി ഒരു ദാർശനിക കൃതിയാണ്. രണ്ടാമതായി രാഷ്ട്രീയ കൃതിയാണ്. മൂന്നാമതായി സാഹിത്യകൃതിയാണ്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ സാഹിത്യശാസ്ത്രപരമായ വിശകലനത്തിന് മഹാഭാരതത്തിലെ കഥയെ നമുക്ക് വിധേയമാക്കാം. തത്വചിന്താപരമായ അപഗ്രഥനത്തിനും നമുക്ക് മഹാഭാരതത്തിലെ കഥയെ വിധേയമാക്കാം. രാഷ്ട്രീയമായ അല്ലെങ്കിൽ രാഷ്ട്രമീമാംസാപരമായ, രാഷ്ട്രവ്യവഹാരപരമായ അപഗ്രഥനത്തിനും വിശകലനത്തിനും മഹാഭാരതത്തിലെ കഥയെ വിധേയമാക്കാം. അപ്പോൾ മഹാഭാരതം ഇലിയഡിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള കാരണം മഹാഭാരതം രാഷ്ട്രീയ കൃതിയായതുകൊണ്ടാണ്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ വർക്കാണ്. ഇത് സാധാരണഗതിയിൽ നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ നാം മഹാഭാരതത്തിലെ ഭക്തിയെയോ അല്ലെങ്കിൽ കൃഷ്ണ പ്രശംസാപരമായ സ്തോത്രങ്ങളെയോ അല്ലെങ്കിൽ അതൊരു പൗരാണിക കഥയാണ് എന്ന നിലയിലോ മാത്രം കാണുന്നത് കൊണ്ടുണ്ടാകുന്ന അബദ്ധമാണ്. മഹാഭാരതം രാഷ്ട്രീയ കൃതിയാണ്. രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയ നായകനും സമൂഹത്തിൽ, ലോകത്തിൽ, ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് സാർവകാലികമായി ഉപദേശിക്കുന്ന, സാർവദേശീയമായി ഉപദേശിക്കുന്ന കൃതിയാണ്. ഇപ്പോൾ സാർവദേശീയമായി രാഷ്ട്രീയ പ്രവൃത്തിയെ, രാഷ്ട്രീയ കർമ്മത്തെ, രാഷ്ട്രകർമ്മത്തിന് വേണ്ടുന്ന ഉപദേശങ്ങൾ, അനുശാസനങ്ങൾ, താത്വികമായ അനുശാസനങ്ങൾ കൊടുക്കുന്ന കൃതി എന്ന നിലയിൽ ബുഷിൻ്റെ ഇറാഖ് ആക്രമണത്തെ നമുക്ക് ഇപ്പോൾ ഹരി പറഞ്ഞ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് പ്രസക്തമാണ്. അങ്ങനെ വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ മഹാഭാരതത്തെ മനസ്സിലാക്കുന്നില്ല. മഹാഭാരതത്തിൻ്റെ അന്തസത്തയിലേക്ക് അതിൻ്റെ വിമർശകന്മാരോ അതിൻ്റെ പാഠകന്മാരോ അതിൻ്റെ വായനക്കാരോ പ്രവേശിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും രാജാവ് എത്ര ധർമ്മിഷ്ഠനായാലും രാഷ്ട്രീയത്തിൽ രാജാവ് അറിയാതെ രാജാവിൻ്റെ ധർമ്മബോധത്തെ, രാജാവ് എന്ന് പറയുമ്പോൾ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധിപൻ അറിയാതെ ഭരണാധിപൻ്റെ ധർമ്മബോധത്തെ കാർന്നു നിന്നുകൊണ്ട് ഭരണാധിപൻ്റെ വ്യക്തിപരമായ അഹങ്കാരം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് അദ്ദേഹത്തെ കൊണ്ട് പ്രവൃത്തികൾ ചെയ്യിക്കും.